റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീനി ഉപ്പേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് നമുക്ക് പോയി നോക്കിയിട്ടിലേക്ക്. 1 കിലോ ചീനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച് ആണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് അരിഞ്ഞിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മൾ ഇത് ചെറുതായിട്ട് നേർപ്പിച്ച് വേണം അരിയാനായിട്ട്. ഇതുപോലെ കൊച്ചു പീസസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിതെല്ലാം ആണെങ്കിൽ ഈ ഒരു സ്ലൈറ്റ് പീസസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ വറക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ, അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ എന്നെങ്കിലും നമ്മൾ ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയതാണിത്. ഇത് ഇപ്പം തന്നെ ഒരു നല്ലൊരു ക്രിസ്പിനെസ് ഇപ്പം തന്നെ നമ്മുടെ കപ്പയിലുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പിനെസ് ആയിട്ട് ഇപ്പം തന്നെ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചിരിപ്പയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കപ്പ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മൾ തീ കത്തിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. വേറൊരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളമെങ്കിലും വേണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് കലക്കി വെക്കണം. നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചീനി ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് ക്രിസ്പിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം ഇതും നമുക്കത് ഇവിടെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ കപ്പ ഉപ്പേരിക്ക് ചുമല കളറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചുമല അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന നല്ലതാണ്. നമ്മൾ നേരത്തെ ഗ്ലാസ്സിലെടുത്ത് വെച്ച ഉപ്പുവെള്ളം ശകലം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശകലം മാത്രമേ ഒഴിക്കാവുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇനി നമ്മളിത് കോരി മാറ്റുവാണ്. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പോളം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചീനിയോളം നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം.
നമ്മളത് മുഴുവനായിട്ട് വറുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു, ബൈ, നന്ദി, നമസ്കാരം.